ഹായ് കൂട്ടുകാരെ, ഞാനുള്ളത് ആട്യമ്പാറയാണ് കേട്ടോ. അപ്പോൾ ആട്യമ്പാറ വെള്ളച്ചാട്ടം പവർ ഹൗസൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ 40 രൂപയാണ് നമുക്കിവിടെ ടിക്കറ്റ് വരുന്നത് കേട്ടോ. വാഹനം ഉണ്ടെങ്കിൽ അതിന് വേറെ ടിക്കറ്റും വരും. പിന്നെ ഇവർ നമ്മോട് പ്രത്യേകിച്ച് പറഞ്ഞത് ഇന്നത്തെ ദിവസം വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നല്ല വെള്ളം കൂടിയിട്ടുണ്ട്. വെള്ളം കൂടുന്ന ടൈമിൽ ഇവർ നമ്മളെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അനുവദിക്കുന്നതല്ല. അല്ലാത്ത ടൈമിൽ വന്നാൽ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് അതുപോലെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. പുഴയ്ക്ക് മാലിന്യങ്ങൾ എറിയുന്നതൊക്കെ ശിക്ഷാർഹമാണ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാതകളൊക്കെ ഇവർ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നു കേട്ടോ. നല്ല പൂന്തോട്ടത്തിൽ കൂടെ ഇറങ്ങിപ്പോണ ഒരു ഫീലാണ്. പൂന്തോട്ടം പോലെ തന്നെ അവരെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പും കുളിരൊക്കെ കിട്ടും. പിന്നെ ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കാണ് നമ്മളിതിൽ വരുമ്പോൾ എത്തുന്നത്. അപ്പോൾ ഈ നടുക്കുന്ന നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പം ഇതിൻ്റെ ഒരു ഫുള്ള് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ താഴത്ത് ഇറങ്ങിയിട്ട് മേപ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം എത്ര ഉയർത്തുന്നതാണ് ചാടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഇവിടെ വളരെ ഡേഞ്ചർ ഏരിയ ആണ് കേട്ടോ ഈ അരുക്കൂടെ പോരുന്നത്. ഇവിടെ കുറേ കല്ലുകളും അതുപോലെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് കൂടെ നല്ല വഴിയുണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ അടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. അപ്പോൾ കുട്ടികളൊക്കെ എത്തി വരുമ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ നമുക്ക് കാറ്റ് കൊണ്ടിരിക്കാനും ഈ വെള്ളം തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ എല്ലാ ഇത് ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അധികൃതർ ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അവരൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് പല ഭാഗങ്ങളും നമുക്ക് വീഡിയോയിൽ പകർത്താൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും നേരിട്ട് വന്ന് കണ്ടാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി അത്രത്തോളം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വരണം, കാണണം എന്നൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ വ്യൂ ഫുള്ള് കാണാൻ വേണമെങ്കിൽ നമുക്കിവിടെ പാറുണ്ട്, ഒരു വലിയൊരു പാറുണ്ട്. ആ പാറിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ പാറിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇതിലിങ്ങനെ പോകുന്നത്. അപ്പുറത്ത് കൂടെ നല്ല വഴിയുണ്ട് കേട്ടോ. ആ പാറമ്മക്ക് നമ്മളിങ്ങനെ റിസ്ക് പിടിച്ച വഴികളിലൂടെയാണ് കയറിയിട്ട് പോകുന്നത്. കാരണം അതൊരു സാഹസികത കൂടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര രസകരമായിട്ട് ആ പാറമ്മക്കൂടെ കയറാനും പറ്റും. ഇതാണ് അതിൻ്റെ മേലെന്നുള്ള വ്യൂ. പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഈ അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ നിലമ്പൂർ ആട്യമ്പാറയാണ് കേട്ടോ ഈ സ്പോട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മളിവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുന്ന് തിരിച്ച് പോരുകയാണ് പവർ ഹൗസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പവർ ഹൗസിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കുകളുണ്ട്. അപ്പം കുട്ടികളായിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തിട്ട് അവർക്ക് ആടാനും കളിക്കാനൊക്കെ ഉള്ള എല്ലാ ടോയ്സും സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് വരിക. ഞായറാഴ്ചകളിൽ വന്നാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പോൾ നമ്മൾ 5 മണിക്ക് ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 5 മണിക്ക് ശേഷം ആളങ്ങോട്ട് ഇവർ കയറ്റില്ല. 5 മണി വരെയാണ് ഇവിടുത്തെ ടൈം. ഈ പവർ ഹൗസിൻ്റെ അവിടെ നമുക്ക് 6 മണി വരെ സമയം കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 5:45 അവിടുന്ന് പോരുന്നത്. ഇതാണ് പവർ ഹൗസ്, KCBൻ്റെ പവർ ഹൗസ്. നമ്മൾ നിലമ്പൂർ ഭാഗത്തേക്കൊക്കെയുള്ള കറണ്ട് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫുള്ളായിട്ടല്ല, ഏറെക്കുറെയൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഈ വെള്ളം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം വലിയൊരു പാറ തുരന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പൈപ്പ് ഇട്ടിട്ടാണ്, മണ്ണിൻ്റെ അടിയിലൂടെയാണ് ഈ പൈപ്പിലൂടെ ഈ വെള്ളം ഇവർ കൊണ്ടുവരുന്നത്. അതാണ് ജനറേറ്ററുകൾ കേട്ടോ. വെള്ളം നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനത്തെ 2-3 ജനറേറ്റർ ഉണ്ട് കേട്ടോ ഇവിടെ. 3-4 ജനറേറ്ററുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിന് എത്ര മെഗാവാട്ട് കറണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതേപ്പറ്റിയൊന്നും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ താഴെ ഫ്ലോറൊക്കെ ഇറങ്ങിക്കാണ്ട് ഇത് തൊടാനും ഇതൊന്നും അവർ അനുവദിക്കുന്നതല്ല. അപ്പോൾ ജനലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഡാം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ അടുത്തേക്ക് പോണ വഴിക്ക് ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഒരു കാട്ടിലൂടെ നടക്കുന്ന ഫീലാണ്. കാട്ടിലൂടെ നടക്കുന്നതല്ല, കാട്ടിലൂടെ നടക്കുക തന്നെയാണ്. ഇതിലൊക്കെ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ പഴയ ആളുകൾ താമസിച്ചിരുന്ന വീടുകൾ ഇപ്പോഴും അതിൽ ആളുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.
അവിടെ താമസക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ജീവിതം കൂടി നമുക്കിതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ആനകളൊക്കെ വരുന്ന സ്ഥലമാണ്. ആനപ്പിണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ ഈ നിരീക്ഷണ ഗോപുരം ഉണ്ട് ഇവിടെ. ഈ ഗോപുരത്തിൻ്റെ മേലെ കയറി കഴിഞ്ഞാലും നമുക്ക് വളരെ രസകരമായിട്ടുള്ള വ്യൂ കിട്ടും. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുത്തെത്തി. ഇതാണ് ഡാം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇതിന് ഈ വെള്ളം കൂടുതലുള്ള ടൈം അപ്പുറഭാഗത്തെ ഷട്ടർ തുറന്നിട്ട് അവർ അതിലെ വെള്ളം ഒഴുക്കി വിടും. പിന്നെ ഈ മല തുറന്നിട്ടാണ് ഈ പൈപ്പ് ഇതിലെ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. നമ്മൾ കാണുന്ന പാറ കണ്ടില്ലേ, ഒരു മഞ്ഞ കൊട്ടയും കാര്യങ്ങളൊക്കെ കാണുന്ന അതിലൂടെയാണ്, ആ ഗ്യാപ്പിലൂടെയാണ് ആ വെള്ളം അങ്ങോട്ട് തുറന്നിട്ട്, ആ മല തുറന്നിട്ടാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് ശിക്ഷാർഹമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറാനൊന്നും പാടില്ല. അപ്പോൾ എല്ലാവരും വരുന്നവരെ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇവിടെ കുറേ കുടിലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ആ ഗോപുരത്തിൻ്റെ മേൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. ഡാമും കാര്യങ്ങളും പിന്നെ കുറേ മലകളൊക്കെ നമുക്ക് എക്സ്ട്രാ കാണാൻ വേണ്ടി കഴിയും അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ. ഈ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മേലെ കയറിയാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത്ര ഉയരത്തുനിന്ന് നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുന്നവരൊക്കെ ഈ ഡാമും കാര്യങ്ങളൊക്കെ വന്ന് കാണുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ആട്ട്യമ്പാറൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് കണ്ട് വീട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ്. അപ്പം ഒരു തേനെല്ലിക്കയും 2 മാങ്ങയൊക്കെ കഴിക്കാമെന്ന് വെച്ച് അങ്ങനെ തേനെല്ലിക്കയും മാങ്ങയൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച്. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്.